അവിടെ പാലക്കാട് വലിയ രീതിയിലുള്ള സംഘർഷം നടക്കുകയാണ്. UDFന്റെ മാർച്ചിൽ പോലീസുകാരും പ്രവർത്തകരും തമ്മിൽ വലിയ തോതിലുള്ള സംഘർഷമുണ്ടായി. പലവട്ടം ജലപീരങ്കി പ്രയോഗം നടത്തിയിട്ടും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇപ്പോൾ ബലപ്രയോഗത്തിലൂടെ പ്രവർത്തകരെ, പ്രതിഷേധക്കാരെ പിടിച്ചു മാറ്റുകയാണ് അവിടെ നിന്ന് പോലീസുകാർ. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് KSU പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ആദ്യം പ്രവർത്തകരും പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കുതർക്കമുണ്ടായി. ബലപ്രയോഗത്തിലൂടെ പിടിച്ചുമാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പലവട്ടം ജലപീരങ്കി പ്രയോഗം നടന്നിരുന്നു. ബാരിക്കേഡുകൾ മറികടക്കാനുള്ള പ്രവർത്തകരുടെ ആ ഒരു നീക്കങ്ങളെയൊക്കെ തന്നെ പോലീസ് ബലമായി തന്നെ തടഞ്ഞു. പോലീസ് വാഹനത്തിലേക്ക് പ്രവർത്തകരെ, നിരവധി പേരെ കയറ്റിയിട്ടുണ്ട്. ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഒടുവിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പ്രവർത്തകർ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും സ്മിത, അതായത് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടിയെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് ബലം പ്രയോഗിച്ച് നീക്കുന്നതിനിടെ പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചുവെന്ന ആക്ഷേപം അവർ ഉയർത്തുന്നുണ്ട്. പോലീസ് വലിയ തോതിൽ പോലീസിന്റെ ഒരു സന്നാഹം ഈ മേഖലയിൽ ഇപ്പോഴും തന്നെ തുടരുകയാണ്. എന്തായാലും ഈ വാഹനം മുൻപോട്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. ആദ്യ വാഹനം മുൻപോട്ടെടുക്കുകയാണ്. ഈ വനിതാ പ്രവർത്തകർ ആ വാഹനം തടയുന്ന കാഴ്ചയാണ് കാണുന്നത്. വനിതാ പ്രവർത്തകർ ആ വാഹനം തടയുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് മാറ്റി, KSU പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റി വാഹനം മുൻപോട്ടെടുക്കുന്നത് പ്രവർത്തകരെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് മറ്റൊരു വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പോലീസ് പൂർണ്ണമായ പ്രവർത്തകരെ മാറ്റി ആദ്യ വാഹനം മുൻപോട്ട് എടുക്കുകയാണ്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രവർത്തകരുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകരെ അടക്കം ആ മേഖലയിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പോലീസിന് നേരെ വനിതാ പ്രവർത്തക പോലീസിന് നേരെ തുടരുന്ന ഒരു സാഹചര്യം. അത് പോലീസും വനിതാ പ്രവർത്തകയും നേരെ ഇട്ടുമുട്ടുന്ന ഹെൽമെറ്റിലൊക്കെ പിടിച്ചു വലിക്കുകയാണ്. വനിതാ കാഴ്ചയാണ് കാണുന്നത്. വലിയ തോതിലുള്ള സംഘർഷം നമ്മുടെ ക്യാമറ നേരെ തൊട്ട് മുൻപിലാണ് ഉള്ളത്. വനിതാ പോലീസിനെ KSU പ്രവർത്തകർ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം. വനിതാ പോലീസിനെ KSU പ്രവർത്തകർ നേരിട്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം. വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ലാത്തിച്ചാർജ്. റിജിൽ മാക്കുറ്റി കോൺഗ്രസ് നേതാവ്, അദ്ദേഹമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ട്. ഹെൽമറ്റിന്റെ സ്ട്രാപ്പിലടക്കം വലിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. പോലീസ് മർദ്ദിച്ചു എന്നാണ് KSU പ്രവർത്തകരുടെ ആക്ഷേപമുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.